നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. മൂവാറ്റുപുഴയിൽ കഴിഞ്ഞ ദിവസം 8 പേരെ ആക്രമിച്ച നായയ്ക്ക് പേവിഷബാധ സ്ഥിരീകരിച്ചു. നായ ഇന്നലെ ചത്തതിനെ തുടർന്ന് നടത്തിയ പോസ്റ്റ്മോർട്ടത്തിലാണ് പേവിഷബാധ സ്ഥിരീകരിച്ചത്. ഇതേ തുടർന്ന് നഗരസഭ അടിയന്തര കൗൺസിൽ യോഗം ചേർന്നു. മൂവാറ്റുപുഴയിൽ 8 പേരെ ആക്രമിച്ച നായ്ക്ക് പേവിഷബാധ സ്ഥിരീകരിച്ചു. കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് നഗരത്തിലെ വിവിധ വാർഡുകളിലെ കുട്ടികളടക്കമുള്ള 8 പേരെ നായ കടിച്ചത്. കോട്ടയത്ത് നിന്നുള്ള സംഘം നായയെ കൂട്ടിലാക്കിയിരുന്നു. തുടർന്ന് നഗരസഭാ കോമ്പൗണ്ടിൽ തന്നെ നായയെ നിരീക്ഷണത്തിൽ സൂക്ഷിച്ചു വരികയാണ്. ഇന്നലെയാണ് നായ ചത്തത്. ഇന്ന് നടത്തിയ പോസ്റ്റ്മോർട്ടത്തിലാണ് നായയ്ക്ക് പേവിഷബാധ സ്ഥിരീകരിച്ചത്. നായ ചത്തതിനെ തുടർന്ന് അടിയന്തര കൗൺസിൽ യോഗം ചേർന്നു. പേവിഷബാധ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ മൂവാറ്റുപുഴ നഗരസഭയിലെ മുഴുവൻ തെരുവ് നായ്ക്കൾക്കും നാളെയും മറ്റന്നാളുമായി വാക്സിനേഷൻ നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 9-ാം തീയതി ഉണ്ടായ നായ ആക്രമണത്തിൽ ആ നായയെ നമ്മൾ കസ്റ്റഡിയിലെടുത്തു. നായയെ കുറേ ദിവസം നിരീക്ഷിക്കണം തീരുമാനിച്ചു. ഇന്നലെ ഉച്ചയോടെ നായ പെട്ടെന്ന് ചാവുന്ന സാഹചര്യം ഉണ്ടായി. ഇന്ന് മണ്ണുത്തി വെറ്ററിനറി കോളേജിൽ കൊണ്ടുപോയി അതിൻ്റെ പോസ്റ്റ്മോർട്ടം നടത്തി. ഏതായാലും റിസൾട്ട് നമുക്ക് അനുകൂലമല്ല. പേവിഷബാധ ഉണ്ട് എന്ന് സ്ഥിരീകരിക്കപ്പെട്ട സാഹചര്യത്തിൽ അടിയന്തരമായി കൗൺസിൽ യോഗം ചേർന്ന് ചില തീരുമാനങ്ങൾ എടുത്തു. അതായത് ഈ നായ മറ്റു നായ്ക്കളെ കടിച്ചിട്ടുണ്ടോ എന്നുള്ളതിനെ സംബന്ധിച്ച് ആർക്കും ഒരു തെളിവുമില്ല, അറിവുമില്ല. അപ്പോൾ സ്വാഭാവികമായും ഏതെങ്കിലും നായ്ക്ക് കടിയേറ്റിട്ടുണ്ടോ എന്ന് അറിയാത്ത ഒരു സാഹചര്യം നിലനിൽക്കുന്നതിൻ്റെ പേരിൽ നാളെ മുതൽ പട്ടണത്തിലെ ഈ തൃക്ക, വാഴപ്പള്ളി, വെള്ളൂർക്കുന്നം, കാവുങ്കര പ്രദേശത്തെ തെരുവു നായ്ക്കളെ പിടികൂടി ഒരു പ്രത്യേക കേന്ദ്രത്തിലേക്ക് മാറ്റാൻ നഗരസഭ തീരുമാനിച്ചിട്ടുണ്ട്. കൂടാതെ നഗരത്തിലുള്ള എല്ലാ തെരുവു നായ്ക്കൾക്കും വീണ്ടും വാക്സിനേഷൻ നൽകാൻ തീരുമാനിച്ചു. നഗരസഭയ്ക്കകത്തുള്ള വളർത്ത് നായ്ക്കൾക്ക് ലൈസൻസ് കർശനമാക്കാൻ തീരുമാനിച്ചു. ഇക്കാര്യങ്ങളാണ് അറിയിക്കാനുള്ളത്. നഗരത്തിൽ നാളെ രാവിലെ 6 മണിയോടെ വാക്സിനേഷൻ ആരംഭിക്കും. ഇതിനായി കോട്ടയത്ത് നിന്നും പ്രത്യേക സംഘം രാവിലെ എത്തും. നഗരത്തിലെ 4 വാർഡുകളിലെ തെരുവ് നായ്ക്കളെ പിടിച്ച് പ്രത്യേക സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റുമെന്നും നഗരസഭാ ചെയർമാൻ കൗൺസിൽ യോഗത്തിനു ശേഷം പറഞ്ഞു. ചമയങ്ങളില്ലാതെ, ചായമില്ലാതെ, മായമില്ലാതെ, ഹൈസ.